ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് SCERTയുടെ പാഠഭാഗങ്ങളാണ്. ഇപ്പോഴത്തെ പരീക്ഷയുടെ ചോദ്യങ്ങളിലെല്ലാം തന്നെ SCERT സയൻസ് ചോദ്യങ്ങൾ ശരിക്കും കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ഭാഗങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുക. 6ാം ക്ലാസ്സിലെ 3ാം അധ്യായം പൂവിൽ നിന്ന് പൂവിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് നടക്കുന്നത് ചെടിയുടെ പരാഗണമാണ്. ആ പരാഗണത്തെക്കുറിച്ചുള്ള അടിസ്ഥാന തത്വങ്ങൾ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് 6ാം ക്ലാസ്സിലെ അധ്യായത്തിൽ പഠിക്കുന്നത്. കൊച്ചുകുട്ടികൾക്ക് ചോദ്യോത്തരം പഠിക്കുന്ന പ്രസക്തിയിലല്ല നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കേണ്ടത്. MCQ ലെവലിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. പൂവിൻ്റെ വിവിധ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളുടെ ധർമ്മങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്ന ഭാഗം, പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലം. സ്വാഭാവികമായിട്ടും പുഷ്പാസനമായിരിക്കും പൂവിൻ്റെ ഭാഗങ്ങളെ ഇരുത്തുന്നത്. പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്നത് ദളങ്ങളാണ്. പൂവിലെ ആൺലിംഗ അവയവം പരാഗിയും തന്തുകവും ചേർന്ന ആൺലിംഗ അവയവമാണ് കേസരപുടം. പുരുഷകേസരി എന്നോർക്കുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ, തെറ്റാതിരിക്കാം, പുരുഷകേസരികൾ. അപ്പോൾ ആൺലിംഗ അവയവം കേസരപുടം. പൂവിലെ പെൺലിംഗ അവയവമാണ് ജനിപുടം. ജനനി അമ്മ, സ്ത്രീ. ജനിപുടം. പരാഗണസ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം എന്നിവ ചേർന്നത്. ഇനി പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്ന ഭാഗമാണ് പൂഞ്ഞെട്ട്. മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുകയും വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുകയും ചെയ്യുന്നതാണ് വിതളം. ഈ ഭാഗങ്ങളെല്ലാം ശ്രദ്ധയോടെ അതിൻ്റെ ധർമ്മങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത് പൂവിൻ്റെ ഞെട്ടാണ്. പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത് പുഷ്പാസനം. ഒരു മുട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുകയും വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുകയും ചെയ്യുന്നതാണ് വിതളം. പൂവിന് നിറം, മണം, ആകർഷണം ഇവയൊക്കെ നൽകുന്നത് ദളങ്ങളാണ്. പൂവിൻ്റെ ആൺലിംഗ അവയവം പുരുഷകേസരി, കേസരപുടം. പൂവിലെ പെൺലിംഗ അവയവം അമ്മ, ജനനി, ജനിപുടം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പൂക്കൾ നമുക്കറിയാം, സസ്യങ്ങളുടെ ലൈംഗിക അവയവമാണ് പൂക്കൾ. സെക്ഷുവൽ പാർട്ട് ഓഫ് എ ഫ്ലവർ, അതാണ് സെക്ഷൽ പാർട്ട് ഓഫ് എ പ്ലാന്റ് ഈസ് ഫ്ലവർ. പൂക്കളിൽ നിന്ന് ഫലങ്ങളുണ്ടാകുന്നു. ഫലത്തിനുള്ളിലെ വിത്ത് മുളച്ച് തൈച്ചെടികളുണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവിവർഗത്തിൻ്റെ തുടർച്ചയെ നിലനിർത്തുന്ന പ്രത്യുൽപാദന അവയവം അത് പൂക്കളാണ്. സസ്യങ്ങളിൽ പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന പൂക്കളെ സസ്യങ്ങളുടെ ലൈംഗിക അവയവം എന്ന് അറിയപ്പെടുന്നു. ഇനിയും ജനിപുടം, കേസരപുടം, ഇത് നമ്മളോട് ചോദിക്കാം. സ്വാഭാവികമായിട്ടും പരാഗണ സ്ഥലം. ഈ കേസരപുടത്തിലെ പരാഗി, ആ പരാഗിയിലുള്ള പരാഗരേണുക്കൾ, അവയിലാണ് പുംബീജം കാണപ്പെടുന്നത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കണം. കേസരപുടം അത് പൂവിൻ്റെ ആൺലിംഗ അവയവമാണ്. അതിനുള്ളിലെ പരാഗിയിലാണ് പരാഗരേണുക്കളുള്ളത്. പരാഗരേണുക്കളിൽ പുംബീജം കാണപ്പെടുന്നു. ഈ പരാഗരേണുക്കളാണ് പെൺലിംഗ അവയവമായ ജനിപുടത്തിലെ പരാഗണ സ്ഥലത്ത് പതിക്കും. അത് ജനിതണ്ട് വഴി അണ്ഡാശയത്തിലെത്തും. അണ്ഡാശയത്തിലെ ഓവ്യൂളിനകത്താണ് അണ്ഡമിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ഫർട്ടിലൈസേഷൻ നടക്കുക. ഇതാണ് ചെടികളിലെ ശരിക്കും പറഞ്ഞാൽ പരാഗണം. ഇനി ഒരേ പൂവിൽ തന്നെ ജനിപുടവും കേസരപുടവും കാണപ്പെടുന്ന പുഷ്പങ്ങളെയാണ് ബൈസെക്ഷുവൽ ഫ്ലവർ. 2 സെക്സും അതിൽ തന്നെയുണ്ട്, ആ പൂവിൽ തന്നെയുണ്ട്. കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെയാണ്
ഏകലിംഗ പുഷ്പം അഥവാ യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒരു മത്തൻ്റെ, അരളിയുടെ, ഇവയൊക്കെ ബൈസെക്ഷൽ ഫ്ലവറാണ്. പാവൽ, ശംഖുപുഷ്പം തുടങ്ങിയവ യൂണിസെക്ഷൽ ഫ്ലവറാണ്. ആ ഒരേ പൂവിലുള്ളതും വ്യത്യസ്ത പൂവിലുള്ളതും. കേസരപുടം മാത്രമുള്ള പൂക്കൾ ആൺപൂക്കളും ജരിപുടം മാത്രമുള്ള പൂക്കൾ പെൺപൂക്കളുമാണ്. മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയവയിൽ ആൺപൂക്കളും പെൺപൂക്കളും പ്രത്യേകമുണ്ട്. ഇനി മരങ്ങളിലുമുണ്ട് ഇതുപോലെ തന്നെ. കുടപ്പന, കുടംപുളി ജാതി, ഇതിൽ ആൺമരവും പെൺമരവും ഉണ്ട്. ആൺമരത്തിൽ ആൺപൂക്കൾ മാത്രവും പെൺമരത്തിൽ പെൺപൂക്കൾ മാത്രവുമാണ് വളരുന്നത്. ഇതുകൊണ്ട് തന്നെ നാട്ടിലെ പ്രായമായവർ പറയും, ജാതി നടുമ്പോൾ ഒരെണ്ണം നട്ടാൽ കായ്ക്കില്ല, രണ്ടെണ്ണം അടുത്തടുത്ത് നടണം. അതായത് ഒരെണ്ണം ആണും ഒരെണ്ണം പെണ്ണും ആണെങ്കിൽ മാത്രമേ അതിൻ്റെ പരാഗണം നടന്ന് അതിൽ കായ്ഫലം ഉണ്ടാവുകയുള്ളൂ. പരാഗരേണുക്കളിൽ നിന്ന് പൊമ്പീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി കൂടിച്ചേരണം. അങ്ങനെ നടക്കുന്ന പ്രവർത്തനത്തെയാണ് ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ആ പൂവിന് രൂപമാറ്റം സംഭവിച്ച് ആ ചെടിയിൽ ഫലമുണ്ടാവുന്നത്. നമുക്ക് പൊമ്പീജം കാണപ്പെടുന്നത്, അണ്ഡം കാണപ്പെടുന്നത്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പരാഗണം പല രീതിയിൽ നടക്കാം. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കളെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. നല്ല സെൻറ്റൻസ്. ഈ പരാഗി എന്ന് പറയുന്ന ആ ഒരു പൂവിൻ്റെ പാർട്ടിൽ നിന്ന് പരാഗരേണുക്കളെടുത്ത് പരാഗണ സ്ഥലത്ത് പതിക്കുക, അതാണ് പരാഗണം. ഇതിനെ സഹായിക്കുന്ന ആൾക്കാരെ വിളിക്കും പരാഗണകാരികൾ അഥവാ പോളിനേറ്റിംഗ് ഏജൻസ്. ദുർഗന്ധമുള്ള പൂക്കളുണ്ട്, അതുപോലെ സുഗന്ധമുള്ള പൂക്കളുണ്ട്. സുഗന്ധമുള്ള പൂക്കൾ തേനീച്ചകളെ, ശലഭങ്ങളെ ഒക്കെ ആകർഷിക്കും. ഇവ അവിടെ വന്നിരുന്ന് തേൻ കുടിക്കുമ്പോൾ പിന്നെ വേറൊരു പൂവിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ പരാഗരേണുക്കൾ അവിടേക്ക് എത്തുന്നു. ഇനി ചേനപ്പൂവ്, അതിന് ദുർഗന്ധമാണ്. അപ്പോൾ ചേനയിലും ചേമ്പിലുമൊക്കെ പരാഗണം നടത്തുന്ന ഈച്ചകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ആക്ച്വലി ഈ ദുർഗന്ധം കൊടുത്തിരിക്കുന്നത്. ഇനി കാറ്റിലൊഴുകി പരാഗണം സംഭവിക്കുന്നുണ്ട്. കാറ്റ്, ജലം തുടങ്ങിയവ പരാഗണകാരികളാണ്. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് ഇവയിലൊക്കെ കാറ്റുവഴി പരാഗണം നടക്കുന്നു. കുരുമുളക് ചെടിയിൽ ജലമാണ് പരാഗണകാരി. മഞ്ഞുതുള്ളി ആണ് പരാഗണകാരിയായിട്ട് വരുന്നത്. ഭാരം കുറഞ്ഞ പരാഗരേണുക്കളാണെങ്കിൽ അവ കാറ്റുവഴി പരാഗണം നടത്തും. വർണ്ണഭംഗിയുള്ള പൂക്കളിലാണെങ്കിൽ ശലഭങ്ങളായിരിക്കും. രാത്രി വിരിയുന്ന വെളുത്ത പൂക്കളിലാണെങ്കിൽ രാത്രിയിലെ ഏതെങ്കിലും ജീവികൾ. രാത്രിയിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് വെള്ളില. ആ ഒരു പൂക്കളിൽ രാത്രിയിൽ പറക്കുന്ന ശലഭങ്ങൾ. ഈർപ്പത്തിലൂടെ പരാഗണം നടക്കുന്നത് നമ്മൾ ജലം വഴിയാണ്. മഞ്ഞുതുള്ളി അല്ലെങ്കിൽ ജലം വഴി. കൃത്രിമ പരാഗണം. മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിക്കും. മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതറും. അത് നമ്മൾ കൃത്രിമമായിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അതിനെ കൃത്രിമ പരാഗണം എന്ന് വിളിക്കും. മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്നത് മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ്. വാനില നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്യുമ്പോൾ ഈ പ്രാണികൾ ഇവിടെ ഇല്ല. അന്നേരം നമ്മൾ കൃത്രിമ പരാഗണം നടത്തണം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, മെക്സിക്കൻ കാടുകളിൽ വാനിലയിൽ പരാഗണം നടത്തുന്ന ജീവി തേനീച്ചയാണ്. അതിൻ്റെ ഇനം മെലിപ്പോണ. പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്വപരാഗണം, പരപരാഗണം. സ്വന്തമായിട്ട് ഒരു ചെടിയിൽ നിന്ന് പരാഗണം നടത്തി ആ ചെടിയുടെ ഇതിൽ പതിക്കുന്നതാണ് സ്വപരാഗണം.
പരപരാഗണം 2 വ്യത്യസ്തമായ ചെടികളിൽ. ഇപ്പോൾ ഈ പൂക്കൾ കണ്ടാൽ തന്നെ അറിയാം, ഈ ചെടിയിലെ പൂവ് അടുത്ത ചെടിയിലെ പൂവിൽ പരാഗണം നടത്തുന്നതാണ് പരപരാഗണം. കൊഴിയുന്ന ഇതളുകൾ കൊഴിഞ്ഞിട്ടാണ് നമുക്കറിയാം പൂവിലെ പൂഞ്ഞെട്ട്, പുഷ്പാസനം, വിതളം ഇവ പല ഭാഗങ്ങളായിട്ട് മാറും. ഓവ്യൂൾ, അണ്ഡാശയത്തിനുള്ളിലെ ഓവ്യൂൾ വളർന്ന് വിത്താവുന്നു. ഇനി അണ്ഡാശയം വളർന്ന് ഫലമാവുന്നു. അണ്ഡാശയവും ഓവ്യൂളും കാണിച്ചിട്ടുണ്ട്. ഇതിൽ അണ്ഡാശയം വളർന്ന് ഫലമാകുന്നു, ഓവ്യൂള് വളർന്ന് വിത്താവുന്നു. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രം ഉണ്ടാകുന്നെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് ലഘുഫലങ്ങൾ അഥവാ സിമ്പിൾ ഫ്രൂട്ട്സ്. ഒരു പൂവിൽ നിന്ന് ഒറ്റ വിത്ത്, അതാണ് സിമ്പിൾ ഫ്രൂട്ട്സ്. ഉദാഹരണം മാങ്ങ, അങ്ങനെ മാങ്ങ, ആപ്പിൾ പറയാനൊക്കത്തില്ല, തേങ്ങ, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇനിയും ചില പൂക്കളിൽ ഒന്നിലധികം വിത്തുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മളിവിടെ കാണിച്ച തക്കാളിയൊക്കെ പോലെ ഒന്നിലധികം വിത്തുകൾ ഉണ്ടാകുന്നുണ്ട്. ഒരു പൂവിൽ നിന്ന് ഒരെണ്ണം ഉണ്ടാകുന്നത് സിമ്പിൾ ഫ്രൂട്ട്സ്, കൂടുതലുണ്ടാകുന്നത് കോമ്പോസിറ്റ് ഫ്രൂട്ട്സ്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് വിളിക്കും. പുഞ്ചഫലം, സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമരക്കായ ഇവ പുഞ്ചഫലങ്ങളാണ്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ്. ഇനിയും ഒരു പൂ അല്ലെങ്കിലും ഒന്നായിട്ട് ഫലം കാണപ്പെടുന്നതാണ് നമ്മുടെ ചക്ക. അതാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് അഥവാ സംയുക്ത ഫലങ്ങൾ. പുഞ്ചഫലം, ലഘുഫലം, സംയുക്തഫലം. സംയുക്തമായ ഫലത്തിന് ഉദാഹരണമാണ് ചക്ക, കൈതച്ചക്ക തുടങ്ങിയവ. ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്നിട്ട് ഫലം പോലെ കാണപ്പെടും. ഇവയെ വിളിക്കുന്ന പേരാണ് കപടഫലങ്ങൾ അഥവാ ഫാൾസ് ഫ്രൂട്ട്. അത് യഥാർത്ഥ ഫലമല്ല, കപടഫലങ്ങളാണ്. പറങ്കി മാങ്ങ അഥവാ കശു മാങ്ങയാണ് കറക്റ്റ് ഉദാഹരണം. പൂവും പഴങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു. പൂക്കൾ കൊലകളായി കാണുന്നുണ്ട്. ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയമുണ്ട്. പൂക്കൾ ഓരോന്നായി കാണപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലെ പൂക്കൾ പല രീതിയിലുള്ള ഫലങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഏകലിംഗ പുഷ്പം അറിയണം, ദ്വിലിംഗ പുഷ്പം, പരാഗണം, പരപരാഗണം, സ്വപരാഗണം, അതുപോലെ കൃത്രിമ പരാഗണം, ലഘുഫലം, പുഞ്ചഫലം, സംയുക്തഫലം. ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് പറ്റുന്ന രീതിയിൽ നന്നായി തന്നെ ക്ലാസ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.